എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല സുഖമല്ലേ? നന്നായിട്ടിരിക്കുന്നു അല്ലേ? ഞാനും വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ആസ് യൂഷ്വൽ നമുക്കൊരു മോർണിംഗ് കുക്കിംഗ് വ്ളോഗുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മുടെ ആരംഭം അങ്ങനെയാണല്ലോ എന്താണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ആവട്ടെ. അപ്പം ഇന്ന് ഞാൻ കരുതി നമ്മുടെ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഞാൻ അതിൻ്റെ മസാല വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നേരത്തെ തികച്ചും അത് വളരെ നാച്ചുറലായിട്ട് ഓതൻറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിൽ തന്നെയാട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇത് വന്നിട്ട് എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ട്, അവളുടെ കുക്കിംഗ് ആണ് മിക്കതും ഞാൻ ചെയ്യാറുള്ളത്. അവളൊരു വ്ളോഗറൊന്നും അല്ല കേട്ടോ, പക്ഷേ അവൾ എൻ്റെ ബെസ്റ്റ് ആണെന്ന് വേണം പറയാൻ കേട്ടോ. ഇപ്പം കാരണം അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലാംഗ്വേജ് അറിയില്ല, അങ്ങോട്ടും എൻ്റെ മലയാളം ഒക്കെ അറിയില്ല, അവരുടെ ഹിന്ദി എനിക്കും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ഇംഗ്ലീഷ്, പിന്നെ അതേപോലെ തന്നെ ഹിന്ദി. അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായും പൊളിച്ചിരിക്കും. അപ്പോൾ അവളിപ്പോൾ എന്നെ ഏകദേശം കുറച്ചേ പറയണത് എനിക്കും ഞാൻ പറയണ മലയാളം അവൾക്കും മനസ്സിലായി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, സംസാരിക്കുമ്പോൾ ഭയങ്കര കമ്പനി ആവുമല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ചെന്നപ്പം അവൾ ചെയ്ത പോലത്തെ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവളുടെ നിന്നാണ് എനിക്ക് മാഗിയുടെ വെജ് ക്യൂബും കാര്യങ്ങളൊക്കെ സംഭവം എനിക്ക് അവരുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. മീൻസ് അവൾ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളുടെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്ന പോലെ ചങ്ങാതികളുടെ രീതി പോലെ ഇരിക്കുമല്ലോ നമ്മുടെ ചില പിന്നീടുള്ള ലൈഫിൽ വരുന്ന കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ ഭാഷ അറിഞ്ഞൂടെന്നുള്ളതിൽ ഒഴികെ ഷീസ് മൈ ലവിങ് സിസ്റ്റർ കേട്ടോ. നൈന എന്നാ പേര്, നൈനൂസ് എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. കാണലൊക്കെ വളരെ ചുരുക്കമാണ്, എന്നിരുന്നാലും നമ്മൾ ഫോണിലൂടെ എല്ലാം കോളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോണു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഇന്ന് പനീർ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട രീതി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അയ്യോ, ഞാൻ കഥ പറഞ്ഞ് ഓവറായിപ്പോയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ബട്ടർ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഓയിലായിട്ട് നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടറിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സവാള ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുത്തു. അതിലേക്ക് നമ്മളുടെ മാജിക് ക്യൂബ് ഇട്ടു. പിന്നെ അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മളിങ്ങനെ ഒന്ന് വാട്ടിക്കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് ഇതാവട്ടെ, സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ അത്ര നേരം നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ ചെയ്യാം അല്ലേ. അപ്പോൾ അതിനുശേഷം ഈ സംഭവം നമ്മളുടെ ചാറ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. എന്താ പറയുക, കാഷ്യൂ നട്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവർ ബട്ടറും ഇപ്പം അവർ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഇതാണ് ഈ പനീർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള കാഷ്യൂ അല്ല യൂസ് ചെയ്യുന്നത്, ചാറ്റ് മസാലയുടെ കാഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഇന്ന് മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ കാരണം തന്നെ ഇത് ഇനിയൊരു 20 ദിവസവും കൂടി ഉള്ളൂ ഇതിൻ്റെ എക്സ്പയറി, ഈ ഒരു കാഷ്യൂ നട്ടിൻ്റെ. അപ്പോൾ അതിനുള്ളിൽ തീർക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നമുക്ക് ഈ കാഷ്യൂയും കൂടി ആഡ് ചെയ്തു നമ്മളുടെ ഈ മിക്സിലേക്ക്. അതിനുശേഷം നമ്മൾ അത്യാവശ്യം ഓൾറെഡി ഇത്തിരി ബോയിൽ ചെയ്ത് വെച്ച വെള്ളമായിരുന്നു, അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ കാഷ്യൂ ഒന്ന് സോഫ്റ്റ് ആവും. ഇല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ അത് നന്നായിട്ട് ഗ്രൈൻഡായിട്ട് കിട്ടില്ല. അപ്പം നല്ല രീതിയിൽ അത് പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടി കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ, അടപ്പിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തണുപ്പിക്കാൻ വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാം. അപ്പം ഞാൻ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ 2 പിള്ളേരും ഒന്ന് എണീറ്റു. 2 പേർക്കും വെക്കേഷനാണ്. ഇവക്കുട്ടിക്കും ഒരു 2 വീക്സ് വെക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവക്കുട്ടി വന്നിട്ട് ഫിഷ് ടാങ്കൊക്കെ ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഫിഷ് ടാങ്കിൽ ഒത്തിരി ഫ്രൈസ് ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മദർ ഫിഷിനെ വേറെതിലേക്കും ഫ്രൈസിനെ വേറെതിലേക്കും ഇടാനുള്ള തിരക്കിലാണ് അവൾ. അപ്പോൾ രാവിലെ തന്നെ അവൾ ആ പണികളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ലേറ്റാണ് കേട്ടോ, ബ്രഞ്ചായിട്ട് തന്നെ കഴിക്കണത്. അപ്പോൾ ഇത് ചെറുക്കുട്ടി ബ്രഷൊക്കെ ചെയ്ത് വന്നു. ചെറുക്കുട്ടി ഞാനും കൂടിയുള്ള പുന്നാരത്തിൻ്റെ സീനാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഇത് അവൾക്ക് വേണം, പുന്നാരം വേണം. അങ്ങനെ ഞാൻ പിന്നെ അതിന് ശേഷം നമ്മളുടെ പനീർ ബട്ടർ മസാലയിലേക്ക് ഇടാനുള്ള ആ ഒരു ഇതില്ലേ, ക്രീമില്ലേ, ഈ ഫ്രഷ് ക്രീം വേണം. അപ്പോൾ ഫ്രഷ് ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യട്ടെ, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലാണല്ലോ ആ ഒരു നല്ല തിക്നെസ് വരത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ഒത്തിരി നമ്മൾ റെസിപ്പീസൊക്കെ കാണുന്നുണ്ടാവും, അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അവരുടെ ആ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ കസ്തൂരി മേത്തിയാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നത് കേട്ടോ, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാൻ ഞാൻ മറന്നുപോയേനെ. അപ്പോൾ നമ്മളുടെ പേസ്റ്റ് അടിച്ചെടുത്തു. നമ്മൾ നേരത്തെ പാനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത ആ കാഷ്യൂ പേസ്റ്റൊക്കെ അടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം ആ പേസ്റ്റ്
ഡയറക്റ്റ് നമ്മൾ പാനിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. തീ നല്ല കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കത്തിപ്പോവും. അപ്പോൾ പാനിലേക്ക് ഇപ്പം നമ്മൾ ഈ പേസ്റ്റ് ഇടുന്ന സമയത്ത് വേറൊരു ഓയിലും പാനിലേക്ക് നമ്മൾ ചെയ്യുന്നില്ല, പാനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ആ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറ് ലൈറ്റ് ചൂടാക്കി വെള്ളം ഞാൻ ഫ്ലാസ്കിൽ നിറച്ച് വെക്കാറുണ്ട്. അപ്പോൾ ജാറിലൊന്ന് നല്ല രീതിയിൽ ആ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലുള്ള ആ ഗ്രേവിയും കൂടെ, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവിയും കൂടെ നമ്മൾ ആ മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇത്ര സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഒരു രസം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഇതിൽ കിടക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒട്ടും ലെങ്ത് ഇല്ല എൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ലെങ്ത്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മളിടുന്ന മസാലയാണ് മുളക് പൊടി ഇടും, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ ലേശം മല്ലിപ്പൊടി ഇടും. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നൊരു മസാലയുണ്ട്, അതാണ് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അവരും ഇടും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഏത് മസാല, ഈ മസാല നമ്മളുടെ നാട്ടിൽ അങ്ങനെ പൊതുവെ ആഡ് ചെയ്യാറില്ലായിരിക്കും. പക്ഷെ ഞാൻ അവരുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അവരുടെ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെജ് മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇത് കിച്ചൺ കിങ് മസാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസാലയുണ്ട്, അത് നോർത്ത് സൈഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതും കൂടെ ഞാൻ ഈ പനീറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിലാണ് ആ ഒരു, നമ്മൾ ഈ ചില ഡാബയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ആ ഒരു ടേസ്റ്റ് വരും. ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഈ മസാല വെച്ചിട്ട് കുക്ക് ചെയ്യാത്തവരിതൊന്ന് ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കിച്ചൺ കിങ് മസാല എന്നാണ് ഈ മസാലയുടെ പേര്. എന്നിട്ട് നമ്മൾ ആ ഗ്രേവി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പനീർ ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഓൾറെഡി ക്യൂബ്സ് ആയിട്ട് തന്നെയാണ്. എനിക്ക് മറ്റേ വലിയ പനീർ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം, പക്ഷേ ക്യൂബ്സാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വലിയ പനീർ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്തൂരി മേത്തിയും കൂടെ അതും കൂടി ഇടണം. അതും കൂടി ഇട്ടാലേ ആ ഒരു സുഖം വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് അത് മിക്സ് ചെയ്ത് അതൊന്ന് പിടിക്കട്ടെ. അപ്പോൾ പനീർ അധികം വേവേണ്ട ആവശ്യവുമില്ലല്ലോ, അത്യാവശ്യം ഈ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടേണ്ട കാര്യമില്ല, ആവശ്യത്തിന് വെന്താൽ മതി. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഫ്രഷ് ക്രീമും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ അട്ടിപ്പനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഇവക്കുട്ടി 1-2 പ്രാവശ്യമൊക്കെ അവൾ കഴിച്ചു. പനീർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആളാണ്, ഇത് നന്നായിട്ട് അവൾ കഴിച്ചു. ഞാൻ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അവർക്കിങ്ങനെ വെറുതെ പനീർ വറുത്ത് കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ മസാലയായിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് പനീറിന് നമുക്ക് ഇനിയിപ്പം വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ വെള്ളയപ്പമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വെള്ളയപ്പമാണ്. ഇപ്പം ഇന്നലേക്ക് എടുത്തു, ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വെള്ളയപ്പവും പനീർ കറിയുമാണ് ഇന്ന്. പനീറിന് ടേസ്റ്റ് പൊറോട്ടയും ചപ്പാത്തിയൊക്കെയാണ്, നമുക്കിപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഇതായിക്കൊള്ളേ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 വെള്ളയപ്പവും പിന്നെ നല്ല കാര്യമായിട്ട് നമ്മുടെ പനീർ കറിയുമാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ പനീർ കറിയുടെ ഫൈനൽ രൂപം. ഞാനത് പാത്രത്തിലേക്ക് പോർ ചെയ്ത് വെച്ചു. പനീർ പ്രോട്ടീൻ ആണല്ലോ, നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ വെള്ളയപ്പം 2 എടുക്കുന്നുള്ളൂ, പിന്നെ മുട്ട ഞാൻ ഇന്ന് 1 എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് 12:30 ആയി ഞങ്ങളിപ്പം ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം. അപ്പം ഏകദേശം വിശപ്പിന് അധികം കയറിയാൽ ഭയങ്കരമായിട്ട് ഗ്യാസ് കയറും. അപ്പം അധികം കഴിക്കുന്നില്ല, കുറച്ച് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ, സത്യം പറയട്ടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു കിച്ചൺ കിങ് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിപ്പി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പം ഞാൻ എന്തൊരു ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോണിരിക്കുമെന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല കേട്ടോ. ഞാൻ ചൂട് സമയത്ത് ഐസിട്ട് ഞാൻ പോകുന്നത് ജ്യൂസ് അടിക്കാനല്ല, അതിന് പകരം നമ്മുടെ ഇഡ്ഡലി ദോശ ബാറ്റർ ഞാൻ അടിച്ചു വെക്കാനാണ്. ഇഡ്ഡലി ദോശ ബാറ്റർ അടിച്ചു വെക്കുമ്പോഴേ ഇത്തിരി ഐസിട്ട് അടിച്ചു വെച്ച് നോക്കൂ, നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആവും. അറിയാവുന്ന എല്ലാവരും ഉണ്ടാവും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തിരി ഞാൻ തിരക്കിലായിരുന്നു, ബിസി ആയിപ്പോയി. അതുകൊണ്ടിട്ട് ഇന്നാണ് ഞാൻ ഈ ആഴ്ചത്തേക്കുള്ള ദോശ ഇഡ്ഡലി എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോറ് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തലേന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ചീത്തയായോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇത് ബാറ്ററി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ തീർന്നു. അപ്പോൾ വെള്ളയപ്പം ഈ ആഴ്ച ഞാൻ അടിക്കുന്നില്ല. ഇപ്പം നമുക്ക് ദോശ ഇഡ്ഡലി ഉണ്ട്, പിന്നെ പുട്ടുണ്ട്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് കരുതി. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ട്, പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ, ബ്രെഡൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ദോശയുടെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം ദോശയുടെ ഞാൻ പ്രത്യേകിച്ച് കൂട്ടു പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഉഴുന്നും പച്ചരി ചോറും
പിന്നെ ഞാനിന്ന് ഐസ് ഇട്ടത് വേറൊന്നും കൊണ്ടിട്ടല്ല, സോഫ്റ്റ് ആവാൻ വേണ്ടി. പിന്നെ നമ്മൾ ഈ ദോശയുടെ മാവിൻ്റെ കൂടെ പച്ചരിയും പിന്നെ അതേപോലെ തന്നെ ഉഴുന്നും കൂടെ ഒപ്പം തന്നെ ഇത്തിരി ഉലുവയും കൂടി ഇടുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മാവൊക്കെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അതറിയാൻ പാടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ കുറച്ച് ടിപ്സാണ്, എൻ്റെ ടിപ്സല്ല, ഞാനിങ്ങനെ ഒരു ചാനലുകളിൽ കാണുമ്പോൾ അതുപോലെ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ചേച്ചി ആ മറ്റേ വെള്ളയപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ അല്ലെങ്കിൽ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന്. അതൊന്നുമില്ലല്ലോ, വെള്ളയപ്പം നമ്മൾ പച്ചരി വെള്ളത്തിലിടും, അത് ഞാനിപ്പോൾ തലേന്നിട്ടതായിരുന്നു, അന്ന് കുതിർന്ന് വന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ തേങ്ങ ഉണ്ടായിരുന്നു, പച്ചരി മിക്സിയിലടിച്ചു, ചോറും തേങ്ങ അടിച്ചു, പിന്നെ അതിൻ്റെ കൂടി ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചു കൊടുത്തു, അത്യാവശ്യം ഈസ്റ്റ് ഇട്ടു, എന്നിട്ട് അടിച്ചിട്ട് ഒരു 8 മണിക്കൂർ വെച്ചു, നമ്മുടെ ബാറ്ററി പൊങ്ങി വന്നു. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളല്ലേ. പിന്നെ അതിന് ശേഷം ഞാൻ മുകളിലേക്ക് വന്നു. ഞാൻ ഇവക്കുട്ടിക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായി, വെക്കേഷന് റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം കണ്ടില്ലേ, അവളുടെ അലമാരയൊക്കെ അത്യാവശ്യം ബോറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ബെഡ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവക്കുട്ടിയുടെ വിചാരം വീടൊരു നാസയാണെന്നാണ് വിചാരം, പരീക്ഷണ കേന്ദ്രമാണ്, സയൻസിൻ്റെ പരീക്ഷണ കേന്ദ്രമാണെന്നാണ് അവളുടെ വിചാരം, ടെക്നോളജിയുടെ പുറകിലാണ് അവൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾ പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അത് ഞാൻ കൈയോടെ പിടിച്ചു. അപ്പോൾ എന്നോട് പറയുവാണ്, ഞാൻ ഇപ്പം തന്നെ ക്ലീൻ ചെയ്തോളാം. അതിൻ്റെ ഇടയിൽ ഇതാണ് ഈ കൊച്ചിൻ്റെ സ്വഭാവം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. അങ്ങനെ അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മഴ പെയ്യാനുള്ള ആ ഒരു മൂഡിലോട്ട് വന്നപ്പം ബാൽക്കണിയിലോട്ട് വന്നു മുകളിലത്തെ. പക്ഷെ ഞാൻ വന്നത് മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളുടെ ബാൽക്കണിയിൽ സീലിങ്ങിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പ്ലഗ് പോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു, പക്ഷേ മറന്നു പോവും, പിന്നെ ചില സമയത്ത് ചെയ്യാൻ മടിയാവും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ഈ ക്ലീനിങ് എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതായിരുന്നു, ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇഷ്ടമാണെന്ന് കരുതി നമ്മളെന്താ പറയുന്നത്, ഇത് തന്നെ 24 മണിക്കൂറും ഈ സിമെൻറ്റ് പൊടിയിൽ കിടന്ന് കളിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ ഈ ക്ലീനിങ് മാത്രമല്ല, അപ്പുറത്തെ ബിൽഡിങ് പണിയണ ആ വരുന്ന ക്ലീനിങ്ങും കൂടെ ഞാനാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ബിൽഡിങ്ങിലേക്ക് ആ പൊടി അടിക്കുമ്പം അതുകൊണ്ടിട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് സംഭവമേ ഞാൻ വെറുത്തുപോയി, ഇഷ്ടമല്ല എനിക്കിപ്പം. പക്ഷെ നമ്മൾ ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഈവനിങ് ഒരു 8 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഫ്രീ ആകും, പിന്നെ ഹസ്ബൻഡായിട്ട് സംസാരിക്കണം, ഫാമിലി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനിടയിൽ വേണം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ, കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാ വശത്തെയും ക്ലീനിങ്. അപ്പോൾ നമ്മൾ കുറച്ചീച്ച ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലഗ് പോയിൻ്റ് ഇട്ടതിൻ്റെ പൊടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ പോയിൻ്റ് ഇട്ട പൊടി എനിക്ക് തോന്നുന്നു 1 മാസം ഏകദേശം ആവാറായി പോയിൻ്റ് ഇട്ടിട്ട്. ഞാൻ ബാൽക്കണിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് മഴയുടെ വീഡിയോ എടുത്തില്ല, അപ്പോഴാണ് ഞാൻ പിന്നെയും റിമൈൻഡ് ചെയ്തത്, അയ്യോ ഇതിൻ്റെ പൊടി ഞാൻ കളഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പൂക്കാട്ടുപടി ഭാഗത്ത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ വില്ലയുടെ ഞാൻ ടെറസിനത്തുള്ള വ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിങ്ങനെ വില്ല എടുക്കാനുള്ള പ്ലാനുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലാണ്, അവർ IT ആണ്. അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ വില്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. അപ്പം വേക്കൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് എന്നോട് ചോദിച്ചത് കേട്ടോ. അപ്പം ഞാനപ്പം പറഞ്ഞു ഞാൻ പറയാം, കാരണം പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് അത് ഓക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു കോമ്പൗണ്ട് കണ്ടില്ലേ, ഞങ്ങൾ ഇരിക്കുന്ന വില്ലകളും കാര്യങ്ങളും, പിന്നെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് വില്ലാസും ഉണ്ട്. ഈ ഒരു വില്ലകൾ മാത്രമാണ് വഴിയുള്ളതും വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതും. അതിൻ്റെ പുറകിലോട്ടുള്ള വില്ല കോമ്പൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ വില്ലയിലുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അവരുടെ ആ ഒരു വീടിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ട് ഏരിയയില്ലേ, അത്രേ ഉള്ളൂ അവരുടെ സ്വന്തമായിട്ട് അവരുടെ വഴി എന്ന് പറയാൻ. ബാക്കി എല്ലാ വഴികളും ഇതിൻ്റെ പ്രീ ഓണർ പിടിച്ചു വെച്ചിരിക്കുവാണ്. അത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ബിക്കോസ് അത് ഞാൻ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യണം ഞാനും ഹസ്ബൻഡുമാണ്. കാരണം നമ്മൾക്ക് വേറെ പ്രശ്നമില്ല, നമുക്ക് വഴിയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യണമായിരുന്നു, നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തേനെ, അത് നമ്മൾ വഴി പിടിച്ച് വാങ്ങിച്ചേനെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഇത്ര ഭാഗങ്ങൾ അതുകൊണ്ട് ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട് എല്ലാവരും. പുറകിലുള്ള സ്ഥലങ്ങളും പ്ലോട്ടുകളും ഉണ്ട്, വില്ലകളും ഉണ്ട്. പക്ഷേ അത് പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. അത് എടുക്കുന്നവരുണ്ട്, എടുത്ത് പണിയുന്നവരുണ്ട്, എല്ലാം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവർ വന്ന് വാങ്ങുന്നവരോട് ഇവർ കാര്യമായിട്ട് വഴി വെള്ളേരുടെ ആണെന്ന് പറയുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ബിൽഡേഴ്സും അത് സെയിൽ ചെയ്യണവരെല്ലാവരും അവർ പറ്റിക്കപ്പെടുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, നിഗമനം.
അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനൊരു കാര്യം ഇവിടെയുണ്ട്. വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വേറെ വഴിയെന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ വില്ലയിൽ ഞാനിപ്പം എന്താ പറയണത്, നമ്മുടെ ഗ്യാസ് കേജ് ഇല്ല, ആ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ കാണുന്നൊരു റോഡില്ലേ, ആ റോഡിൽ ഞങ്ങളുടെ ബാക്കിലോട്ടുള്ള റോഡ്, മീൻസ് ഞങ്ങളുടെ വില്ല വരെയുള്ള റോഡാണ് നമുക്ക് വിട്ടു തന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലോട്ടുള്ള റോഡ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവരും നല്ല സഹകരണത്തോടെയൊക്കെ തന്നെയാണ് പോകുന്നത്. പ്രീ ഓണറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യരാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ എന്താ പറയുക, തലമുറയൊക്കെ വരുമ്പം എങ്ങനെയാണ് ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊരു വില്ല 75-80 കൊടുത്ത് വാങ്ങുമ്പം അതിൻ്റെ വഴി നമ്മുടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ത്രട്ടനാണത്. ഇൻ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്തിനാ റിസ്ക് എടുത്തിട്ട് ഒരു സംഭവം വാങ്ങാൻ പോകുന്നത്? എത്ര സ്നേഹമാണെങ്കിലും സഹോദരന്മാർ തമ്മിൽ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ തല്ലുടിക്കണു, പിന്നെയാണോ നാട്ടുകാർ തമ്മിലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇതിനിടയിലുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വില്ല ഒരു വില്ല ഇരിക്കുന്ന ഒരു 7 കിലോമീറ്റർ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. 7 കിലോമീറ്റർ ഒന്നും വലിയ ദൂരമൊന്നുമല്ല, 7-8 കിലോമീറ്റർ ഉള്ളൂ ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വില്ല ഇടത്തല പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്, പൂക്കാട്ടുപടി. അന്നേരം പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെയധികം മോശമാണ്. ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാൻ വരത്തില്ല, അത് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരില്ലായിരിക്കും. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റും ഹരിതകർമ്മസേന പഞ്ചായത്തിൽ നിന്ന് വരുന്നതും വളരെ ഇപ്പം ഈ മെയ് മാസത്തിൽ വന്നിട്ടില്ല. നമുക്കപ്പം ഇൻസിൻറേറ്റർ ഉണ്ട്, ഇൻസിൻറേറ്ററിൽ വെച്ച് കത്തിക്കുക എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പം ഇങ്ങനെ ചില കുറവുകളുണ്ട്. അപ്പം പിന്നെ വെള്ളം ബില്ല് എടുക്കുമ്പം KWA വാട്ടർ തന്നെയാണെന്നൊക്കെ നിങ്ങൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതിൻ്റെ കാര്യം ഞാൻ മുന്നൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ഭയങ്കര ടയേർഡായി. അപ്പം ചേച്ചി വന്നിട്ട് ഒരു തൈര് എടുത്ത് കുടിച്ചു. നല്ല കട്ട തൈര് കുടിച്ചപ്പോൾ നല്ല സന്തോഷമായി. നാളെ എൻ്റെ തൊണ്ട എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്തായാലും മണി പ്ലാന്റൊക്കെ നോക്കി ഞാനൊന്ന് കുറച്ച് നേരം ആസ്വദിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ, ലവ് യു, ടേക്ക് കെയർ.